ഓർമ്മയുണ്ടോ സത്നം സിംഗിനെ? അമൃതാനന്ദമയിയെ വധിക്കാൻ ശ്രമിച്ചുവെന്ന കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത ബീഹാർ സ്വദേശിയായ 23-കാരൻ. മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം തൃപ്തികരമല്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ നടപടിയുണ്ടായില്ല. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1-നാണ് ഭക്തർക്ക് ദർശനം നൽകുന്നതിനിടെ അമൃതാനന്ദമയിയുടെ അടുത്തേക്ക് ഓടിയെടുത്ത സത്നം സിംഗിനെ പിടികൂടുന്നത്. അമൃതാനന്ദമയിക്ക് ചുറ്റും ദൂഷ്യവലയം കണ്ണിൽ തെളിഞ്ഞതിനാൽ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു സത്നം സിംഗ് പോലീസിനോട് അന്ന് പറഞ്ഞത്. മാരകായുധങ്ങളൊന്നും സത്നം സിംഗിന്റെ പക്കലുണ്ടായിരുന്നില്ല. മാനസിക രോഗിയെന്നാരോപിച്ച് കൊല്ലം ജില്ലാ ജയിലിൽ നിന്നും പോലീസ് സത്നം സിംഗിനെ പേരൂർക്കട മാനസിക രോഗാശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ വെച്ച് 2 ജീവനക്കാരും 4 പുനരധിവാസ രോഗികളും നടത്തിയ മർദ്ദനത്തിലാണ് സത്നം സിംഗ് കൊല്ലപ്പെട്ടതെന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. എന്നാൽ കൊല്ലം ജയിലിൽ നിന്നും പേരൂർക്കട മാനസിക രോഗാശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ സത്നം സിംഗിന്റെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്ന ആരോപണവും ഉയർന്നിരുന്നു. 77 മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചത്.